നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 41 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യുഎസിലേക്ക് യാത്രാ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങിയ ട്രംപ് ഭരണകൂടം. വിലക്കേണ്ട രാജ്യങ്ങളെ 3 വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിക്കും. യുഎസിന്റെ സതേൺ ഭാഗങ്ങൾ നാശം വിതച്ച് ആഞ്ഞടിച്ചു ശക്തമായ ചുഴലിക്കാറ്റുകൾ. ഇതുവരെ 34 പേർ കൊല്ലപ്പെട്ടു. പലസ്തീനുകളെ ആഫ്രിക്കയിലെ സുഡാനിൽ കൊണ്ടുതള്ളാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥന നിരസിച്ച് സുഡാൻ. അന്യഗ്രഹ ശത്രുതാ നിയമം ഉപയോഗിച്ച് 5 വെനസ്വേലിയൻ പൗരന്മാരെ യുഎസിൽ നിന്നും നാടുകടത്തി ഡൊണാൾഡ് ട്രംപ്. നടപടി നടപ്പിലാക്കുന്നതിൽ നിന്നും ട്രംപ് ഭരണകൂടത്തെ താൽക്കാലികമായി തടഞ്ഞ് യുഎസ് ഫെഡറൽ ജഡ്ജി. റഷ്യൻ പ്രവശ്യയായ കുക്സിലെ സ്ഥിതിയെക്കുറിച്ച് വ്ളാഡിമിർ പുടിൻ എല്ലാവരോടും കള്ളം പറയുന്നുവെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഉക്രൈനുമായുള്ള വെടിനിർത്തൽ കരാറിന് സമ്മതിച്ചതിൽ വ്ളാഡിമിർ പുടിൻ കാലതാമസം വരുത്തുകയാണെന്ന് യുകെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന്റെ ആരോപണം. എതിർപ്പുകളെ തുടർന്ന് വികലാംഗരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുവാനുള്ള വിവാദപരമായ പദ്ധതികൾ പുനഃപരിശോധിക്കാൻ ഒരുങ്ങിയ സ്റ്റാർമർ സർക്കാർ. വാർത്തകൾ വിശദമായി. ഡസൻ കണക്കിന് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യുഎസിലേക്ക് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട്. ട്രംപ് ഭരണകൂടം വിലക്കേണ്ട 41 രാജ്യങ്ങളെ 3 വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, സിറിയ, ക്യൂബ, ഉത്തര കൊറിയ എന്നിവ ഉൾപ്പെടെ 10 രാജ്യങ്ങളുടെ ആദ്യ ഗ്രൂപ്പിൽ പൂർണ്ണ വിസ സസ്പെൻഷൻ ഉണ്ടാകും. രണ്ടാമത്തെ ഗ്രൂപ്പിൽ എറിത്രിയ, ഹെയ്തി, ലാവോസ്, മ്യാൻമാർ, ദക്ഷിണ സുഡാൻ തുടങ്ങിയ 5 രാജ്യങ്ങൾ ഭാഗികമായി വിലക്ക് നേരിടേണ്ടി വരും. ഇത് ടൂറിസ്റ്റ്, സ്റ്റുഡന്റ് വിസകളെയും മറ്റ് കുടിയേറ്റ വിസകളെയും ബാധിക്കും. മൂന്നാമത്തെ ഗ്രൂപ്പിൽ ബെലാറസ്, പാകിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ എന്നിവ ഉൾപ്പെടെ മൊത്തം 26 രാജ്യങ്ങളുണ്ട്. ഈ സർക്കാരുകൾ 60 ദിവസത്തിനുള്ളിൽ പോരായ്മകൾ പരിഹരിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ യുഎസ് വിസ വിതരണം ഭാഗികമായി സസ്പെൻഷൻ ചെയ്യുന്നതിനെക്കുറിച്ച് പരിഗണിക്കുമെന്നും ട്രംപ് ഭരണകൂടത്തിന്റെ മെമ്മോയിൽ പറയുന്നു. യുഎസിന്റെ സതേൺ ഭാഗങ്ങളിൽ ശക്തമായ ചുഴലിക്കാറ്റുകൾ ആഞ്ഞടിച്ചു. മിസോറി, ടെക്സാസ്, ഒക്കലാഹമ പ്രദേശങ്ങൾ ഇതുവരെ 34 പേർ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ. ചുഴലിക്കാറ്റുകൾ സ്കൂളുകൾ നശിപ്പിക്കുകയും നിരവധി സംസ്ഥാനങ്ങളിലെ സെമി ട്രാക്ടർ ട്രെയിലറുകൾ തകർക്കുകയും ചെയ്തു. പടിഞ്ഞാറൻ കൻസാസിൽ ശക്തമായ കാറ്റും ഇന്റർസ്റ്റേറ്റിന് മുകളിൽ വീശിയടിച്ച പൊടിക്കാറ്റിനെ തുടർന്ന് 8 പേർ കൊല്ലപ്പെടുകയും ചെയ്തുവെന്ന് റിപ്പോർട്ട്. I-17 55-ലധികം വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. മിസിസിപ്പിയിൽ 3 കൗണ്ടികളിലായി 6 പേർ മരിച്ചതായും 3 പേരെ കാണാതായതായും ഗവർണർ ടേറ്റ് റീവ്സ് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തുടനീളം 29 പേർക്ക് പരിക്കേറ്റതായും അദ്ദേഹം രാത്രി ഒരു പോസ്റ്റിൽ കൂട്ടിച്ചേർത്തു. മിസോറിയയിൽ മറ്റ് ഏതൊരു സംസ്ഥാനത്തേക്കാൾ കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രാത്രിയിൽ ആഞ്ഞടിച്ച 1-ലധികം ചുഴലിക്കാറ്റുകൾ കുറഞ്ഞത് 12 പേരുടെ മരണത്തിന് ഇടയാക്കി. പലസ്തീനുകളെ ആഫ്രിക്കയിലെ സുഡാനിൽ കൊണ്ട് തള്ളാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥന നിരസിച്ചതായി സുഡാൻ വ്യക്തമാക്കി. ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ പ്രദേശത്തെ ഏറ്റെടുക്കുവാനുള്ള പദ്ധതി പ്രകാരം ഗാസയിൽ നിന്നും കുടിയിറക്കപ്പെട്ട പലസ്തീനുകളെ പുനരധിവസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി യുഎസും ഇസ്രായേലും സുഡാൻ, സൊമാലിയ ലാൻഡ് എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു. അന്താരാഷ്ട്ര പ്രതിഷേധവും വലിയ പ്രായോഗിക ബുദ്ധിമുട്ടുകളും ചൂണ്ടിക്കാട്ടി ചർച്ചയ്ക്കുള്ള അഭ്യർത്ഥന തള്ളിയതായും സുഡാൻ അറിയിച്ചു. ഹൂതികൾക്കെതിരായ യമൻ തലസ്ഥാനമായ സനയിൽ ശനിയാഴ്ച കനത്ത വ്യോമാക്രമണ പരമ്പരയ്ക്ക് തുടക്കമിട്ട് അമേരിക്ക. ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ സുപ്രധാന സമുദ്ര ഇടനാഴിയിലൂടെയുള്ള കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ അമേരിക്ക അതിശക്തമായി ആക്രമിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് തന്റെ ഉത്തരവിൽ മുന്നറിയിപ്പ് നൽകി. ഇതിന്റെ തുടർച്ചയായി ശനിയാഴ്ച വൈകുന്നേരം ഹൂതി സൈനിക സൗകര്യം ഉൾപ്പെടുന്ന സന വിമാനത്താവള സമുച്ചയത്തിന്റെ പ്രദേശത്ത് തുടർച്ചയായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ ഷിപ്പിംഗ്, വ്യോമ, നാവിക ആസ്തികൾ സംരക്ഷിക്കുന്ന നാവികസേന സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുന്നതിനുമായി നമ്മുടെ യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ തീവ്രവാദികളുടെ താവളങ്ങളിലും നേതാക്കളിലും മിസൈൽ പ്രതിരോധത്തിലും വ്യോമാക്രമണം നടത്തുകയാണ് എന്നും ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞു. വിമത ഗ്രൂപ്പിനെ പിന്തുണയ്ക്കുന്നത് നിർത്താൻ ഇറാൻ ട്രംപിന് മുന്നറിയിപ്പ് നൽകി. 1798-ലെ യുദ്ധകാലത്തെ അന്യഗ്രഹ ശത്രുതാ നിയമം ഉപയോഗിച്ച് ഡൊണാൾഡ് ട്രംപ് 5 വെനസ്വേലിയൻ പൗരന്മാരെ യുഎസിൽ നിന്നും നാടുകടത്തി. തൊട്ടു പിന്നാലെ വെനസ്വേലക്കാരെ നാടുകടത്താൻ ഉദ്ദേശിച്ച നടപടി നടപ്പിലാക്കുന്നതിൽ നിന്നും ട്രംപ് ഭരണകൂടത്തെ യുഎസ് ഫെഡറൽ ജഡ്ജി താൽക്കാലികമായി തടഞ്ഞു. ഇവരെ ഏതെങ്കിലും യുഎസ് വിമാനത്തിൽ നാടുകടത്തുകയാണെങ്കിൽ ആ വിമാനം തിരികെ യുഎസിലെത്തിക്കുവാനും കോടതി ഉത്തരവിട്ടു. വാഷിംഗ്ടൺ DC-യിലെ ഫെഡറൽ ഡിസ്ട്രിക്ട് കോടതിയിലെ യുഎസ് ഡിസ്ട്രിക്ട് ജഡ്ജി ജെയിംസ് ബോസ്ബർഗ് ശനിയാഴ്ച വെനസ്വേലക്കാരെ 14 ദിവസത്തേക്ക് നാടുകടത്തുന്നത് തടയുന്ന താൽക്കാലിക നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചു.
നിയമവിരുദ്ധമായ അമേരിക്കയിലേക്ക് നുഴഞ്ഞു കയറി ക്രമരഹിതമായ യുദ്ധം നടത്തുകയും യുണൈറ്റഡ് സ്റ്റേറ്റിനെതിരെ ശത്രുതാപരമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നാരോപിച്ച് വിദേശ തീവ്രവാദ സംഘടനയായ ട്രെൻ ഡി അരോഗയിലെ വെനിസുലിയൻ സംഘാംഗങ്ങളെ ട്രംപ് നാടുകടത്താൻ ഉത്തരവിട്ടത്. റഷ്യൻ പ്രവശ്യയായ കോക്സിലെ സ്ഥിതിയെക്കുറിച്ച് വ്ളാഡിമിർ പുടിൻ എല്ലാവരോടും കള്ളം പറയുന്നു എന്നും യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുവെന്നും ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആരോപിച്ചു. റഷ്യയുടെ പ്രസിഡന്റ് കോക്സ് മേഖലയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കള്ളം പറയുകയാണെന്നും ശനിയാഴ്ച ഒരു എക്സ് പോസ്റ്റിൽ വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. ഉക്രൈനിയൻ സൈന്യം ഇപ്പോഴും പ്രദേശത്തെ റഷ്യൻ ഉത്തര കൊറിയൻ സേനകളെ പ്രതിരോധിക്കുന്നുണ്ടെന്നും എന്നാൽ ഉക്രൈന്റെ വടക്കുകിഴക്കൻ മേഖലയിലെ സുമിയിൽ പുതിയ ആക്രമണ സാധ്യത ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യ അവകാശപ്പെടുന്നത് പോലെ ഉക്രൈൻ സൈന്യം കുക്സിൽ വളഞ്ഞിട്ടില്ലെന്നും എന്നാൽ ആക്രമണത്തിനായി മോസ്കോ സമീപത്തെ സൈന്യത്തെ ശേഖരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യൻ സേനയുടെ ശേഖരണം സൂചിപ്പിക്കുന്നത് മോസ്കോ നയതന്ത്രം അവഗണിക്കുന്നത് തുടരാൻ ഉദ്ദേശിക്കുന്നുവെന്നും റഷ്യ യുദ്ധം നീട്ടിക്കൊണ്ടുപോവുകയാണെന്ന് വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉക്രൈനുമായുള്ള വെടിനിർത്തൽ കരാറിന് സമ്മതിച്ചതിൽ വ്ളാഡിമിർ പുടിൻ കാലതാമസം വരുത്തുകയാണെന്നും UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ആരോപിച്ചു. 29 അന്താരാഷ്ട്ര നേതാക്കളുമായി ഒരു വെർച്വൽ ഉച്ചകോടി വിളിച്ചു ചേർത്ത ശേഷം പുടിൻ മുൻകൈയെടുക്കാൻ കഴിയുന്ന സമയദൈർഘ്യത്തിന് പരിമിതിയുണ്ട് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വെർച്വൽ ഉച്ചകോടിയിൽ പങ്കെടുത്തവരിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ഉൾപ്പെടുന്നു. ഉക്രൈനിലെ സാധ്യമായ വെടിനിർത്തൽ സംരക്ഷിക്കുന്നതിനുള്ള സൈനിക ആസൂത്രണം പ്രവർത്തനഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്നും സർ കെയർ സ്റ്റാമർ പറഞ്ഞു. സമാധാന കരാറിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനും ഉക്രൈന്റെ ഭാവി സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള ശക്തവുമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി വ്യാഴാഴ്ച ലണ്ടനിലെ സൈനിക നേതാക്കൾ യോഗം ചേരുമെന്നും കെയർ സ്റ്റാമർ പറഞ്ഞു. US-ഉമായുള്ള ചർച്ചകൾക്ക് ശേഷം ഉക്രൈൻ 30 ദിവസത്തെ വെടിനിർത്തലിന് സമ്മതിച്ചതിനെ തുടർന്നാണ് യോഗം ചേർന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ ആശയത്തോട് യോജിക്കുന്നുണ്ടെങ്കിലും സമാധാനത്തിന് നിരവധി മുൻവ്യവസ്ഥകൾ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. ലേബർ പാർട്ടിയിലുടനീളം ഉയർന്നുവരുന്ന എതിർപ്പുകളെ തുടർന്ന് വികലാംഗരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുവാനുള്ള വിവാദപരമായ പദ്ധതികൾ പുനഃപരിശോധിക്കാൻ ഒരുങ്ങി സ്റ്റാർമർ സർക്കാർ. അടുത്ത വസന്തകാലത്ത് പ്രാബല്യത്തിൽ വരാനിരിക്കുന്ന ജോലി ചെയ്യാൻ കഴിയാത്തവർ ഉൾപ്പെടെയുള്ള വികലാംഗരുടെ വ്യക്തിഗത സ്വാതന്ത്ര്യ പേയ്മെന്റിൽ ടേം വെട്ടിക്കുറയ്ക്കൽ ഏർപ്പെടുത്തുവാനുള്ള പദ്ധതികളിൽ നിന്നും പിന്നോട്ടു പോകാൻ ആലോചിക്കലാണെന്നും ടൗണിംഗ് സ്ട്രീറ്റും വർക്ക് ആൻഡ് പെൻഷൻസ് വകുപ്പും വർദ്ധിച്ചു വരുന്ന ആനുകൂല്യ ബില്ലിൽ 5 ബില്യൺ മുതൽ 6 ബില്യൺ പൗണ്ട് വരെ ലാഭിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ക്ഷേമ വെട്ടിക്കുറലുകളുടെ വിശാലമായ പാക്കേജ് ചൊവ്വാഴ്ച പ്രസിദ്ധീകരിക്കാൻ നിശ്ചയിച്ചിരുന്നു. കാനഡ ഒരിക്കലും US-ന്റെ ഭാഗമാകില്ലെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി പറഞ്ഞു. ഞങ്ങൾ അടിസ്ഥാനപരമായി വളരെ വ്യത്യസ്തമായ ഒരു രാജ്യമാണ് എന്നും ഒരു രൂപത്തിലും ഞങ്ങൾ ഒരിക്കലും US-ന്റെ ഭാഗമാകില്ല എന്നും കാർണി ഒട്ടാവയിലെ റിഡ്യൂ ഹാളിന് പുറത്ത് ജനക്കൂട്ടത്തോട് പറഞ്ഞു. കാനഡ US-ൽ നിന്നും ബഹുമാനം പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ട്രംപ് ഭരണകൂടവുമായി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള വഴികൾ തന്റെ സർക്കാരിന് കണ്ടെത്താൻ കഴിയുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. പ്രസിഡന്റ് അലക്സാണ്ടർ ഉസ്കിന്റെ 11 വർഷത്തെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ സെർബിയൻ തലസ്ഥാനമായ ബെൽഗ്രേഡിൽ 4 മാസത്തിലേറെയായി തുടരുന്ന വിദ്യാർത്ഥികളുടെ പ്രതിഷേധങ്ങൾ ശക്തമാകുന്നു. അവസാനം നടന്ന റാലിയിൽ 3,25,000 പേരാണ് ബെൽഗ്രേഡിൽ പ്രസിഡന്റിനെതിരെ ഒത്തുകൂടിയത്. കഴിഞ്ഞ ദിവസം കർഷകരും ബഹുജന സംഘടനകളും അണിനിരുന്ന ബഹുജന പ്രതിഷേധം തന്നെ ബലപ്രയോഗത്തിലൂടെ അട്ടിമറിക്കാനുള്ള പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പങ്കാളിത്തത്തോടെയുള്ള ഇറക്കുമതി ചെയ്ത വിപ്ലവം എന്ന് പ്രസിഡന്റ് വിശേഷിപ്പിച്ചു. ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധം അമേരിക്കയിലെ ഹാംബർഗുകൾ, ചീസ് ബർഗുകൾ, ബിഗ് മാക്കുകൾ എന്നിവയുടെ വില ഉയർത്തുമെന്ന് ഓസ്ട്രേലിയയുടെ വ്യാപാര മന്ത്രി ഡോൺ ഫെയർലെ മുന്നറിയിപ്പ് നൽകി. അതേസമയം അമേരിക്ക തീരുവകൾ ബീഫിലേക്കും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്നും ഓസ്ട്രേലിയയുടെ ആശങ്ക നിലനിൽക്കുന്നു. ഓസ്ട്രേലിയയിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ബീഫിന്റെ ഭൂരിഭാഗവും ഫാസ്റ്റ് ഫുഡ് ഭീമനായ മക്ഡൊണാൾഡിന് വേണ്ടിയുള്ളതാണ്. ട്രംപിന്റെ വിപുലീകരണത്തിന് താരിഫ് അജണ്ടയിൽ നിന്നും ഓസ്ട്രേലിയ ഒഴിവാക്കണമെന്ന് താൻ തുടർന്നും സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സൂപ്പർ കാർ ഡ്രൈവർമാരുടെ അസാമാന്യ ഡ്രൈവിംഗ് കാരണം പൊറുതിമുട്ടി ഒടുവിൽ പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ടിലെ ചെഷയറിലെ ഗ്രാമനിവാസികൾ. മാക്സ്ഫീൽഡിന് വടക്ക് പടിഞ്ഞാറും ഉള്ള ആൾഡർലെ എഡ്ജിലെ ഗ്രാമവാസികൾ സൂപ്പർ കാർ മീറ്റുകൾ തങ്ങളുടെ ഗ്രാമത്തിൽ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് പോലീസിന് മുന്നിലെത്തിയത്. സൂപ്പർ കാർ മീറ്റുകൾ നിരോധിച്ച പോലീസ് നിയമവിരുദ്ധമെന്നും ഇതിനെ വിശേഷിപ്പിച്ചു. ലിംഗസമത്വത്തിനും വംശീയ വൈവിധ്യത്തിനും മുൻഗണന നൽകുന്ന മുൻ ഭരണ നയം റദ്ദാക്കിയ ട്രംപിന്റെ നടപടിക്കുണ്ടായിരുന്ന കോടതി വിലക്ക് നീക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവിന് ബോൾട്ടിമോറിലെ ഡിസ്ട്രിക്ട് ജഡ്ജി ആഡം എബൽസൺ ഏർപ്പെടുത്തിയ രാജ്യവ്യാപകമായ വിലക്ക് അപ്പീൽ കോടതിയാണ് വെള്ളിയാഴ്ച നീക്കിയത്. ട്രംപിന്റെ ഉത്തരവ് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമാണെന്ന ആശങ്ക ഉയർത്തിയേക്കാമെങ്കിലും മുൻ കോടതി ഉത്തരവിലെ വിലക്ക് അല്പം കടന്നുപോയി എന്നാണ് അപ്പീൽ കോടതി 2 ജഡ്ജിമാർ അഭിപ്രായപ്പെട്ടത്. വംശീയ സമത്വം ഉറപ്പാക്കാനുള്ള ഗ്രാന്റുകൾ, കരാറുകൾ എന്നിവയെല്ലാം റദ്ദാക്കിയുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവ് അധികാരമേറ്റ 1-ാം ദിവസം തന്നെ ട്രംപ് ഒപ്പിട്ടതാണ്. ബോൾട്ടിമോർ നഗരവും മറ്റു സംഘടനകളും ചേർന്നാണ് ഇതിനെതിരെ കോടതിയെ സമീപിച്ചത്.
9 മാസമായി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനെയും തിരിച്ചെത്തിക്കാനുള്ള ക്രൂ 10 ദൗത്യ സംഘത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായി. ഇന്ത്യൻ സമയം ഞായറാഴ്ച രാവിലെ 9:30ഓടെ ക്രൂ ഡ്രാഗൺ പേടകത്തിന്റെ ഡോക്കിംഗ് നടന്നു. ക്രൂ ഡ്രാഗൺ ബഹിരാകാശ നിലയവുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. വായു ചോർച്ചയില്ലെന്ന് ഉറപ്പായതോടെ ഇന്ത്യൻ സമയം രാവിലെ 10:30ഓടെ ഹാച്ചിംഗ് ആരംഭിച്ചു. സുനിതയും ബുച്ച് വിൽമോറും യുഎസിന്റെ നിക് ഹേഗ്, റഷ്യയുടെ അലക്സാണ്ടർ ഗോർബിനോവ് എന്നിവർക്കൊപ്പം മാർച്ച് 19 ഭൂമിയിലേക്ക് മടങ്ങും. കോടതി ഫീസുകൾ 12 മാസ തവണകളായി അടയ്ക്കാൻ ബാങ്കുമായി സഹകരിച്ച് അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ സംവിധാനം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രതിസന്ധി മൂലം കോടതി നടപടികൾ പൂർത്തിയാക്കാനാകാതെ പ്രയാസപ്പെടുന്ന ഒട്ടേറെ ആളുകൾക്ക് ഗുണം ചെയ്യുന്നതാണ് പുതിയ തീരുമാനം. വ്യക്തികൾക്ക് അക്കൗണ്ടുകളുള്ള ബാങ്കുകളുമായി സഹകരിച്ചാണ് ഇതിന് സംവിധാനം ഏർപ്പെടുത്തുക. കോടതി, പബ്ലിക് പ്രോസിക്യൂഷൻ ഫീസ്, തർക്ക പരിഹാര ഫീസ്, അഭിഭാഷകൻ, വിദഗ്ധർ, നോട്ടറി സേവനങ്ങൾ, ADJD സേവനങ്ങളിലേക്കുള്ള ഫീസ് എന്നിവ ഉൾപ്പെടെ കോടതിയുമായി ബന്ധപ്പെട്ട എല്ലാ ഫീസുകളും ഈ സേവനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ADJD അണ്ടർ സെക്രട്ടറി യൂസഫ് വ്യക്തമാക്കി. ദുബായിൽ പരിഷ്കരിച്ച ട്രാഫിക് നിയമം 29 നിലവിൽ വരും. ലഹരി ഉപയോഗിച്ച ശേഷം വാഹനമോടിച്ചാൽ ശിക്ഷ കടുക്കും. ഡ്രൈവറെ അറസ്റ്റ് ചെയ്യും. അപകടമുണ്ടായാൽ വൻതുക പിഴയും ഈടാക്കും. ലഹരി അടങ്ങിയ മറ്റു വസ്തുക്കളെ ഉപയോഗിച്ച ശേഷം വാഹനം ഓടിക്കുന്നതും ഗുരുതര ഗതാഗത നിയമ ലംഘനമാണ്. അപകടത്തിൽ പരിക്കോ ജീവഹാനിയോ സംഭവിച്ചാൽ ഡ്രൈവർ തടവിലാകും. പൊതുമുതൽ നശിപ്പിച്ചാലും അറസ്റ്റ് ചെയ്യും. വാഹനവുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതും ഗുരുതര നിയമലംഘനമാണ്. ട്രാഫിക് കേസുകളിൽ പിടിക്കപ്പെടുന്നവർ പേരും വിലാസവും നൽകാതിരുന്നാലും തെറ്റായ വിവരങ്ങൾ നൽകിയാലും അറസ്റ്റിലാകും. സൗദി അറേബ്യയുടെ കറൻസി ആദ്യമായി രൂപകൽപ്പന ചെയ്ത പ്രമുഖ കാലിഗ്രാഫർ അബ്ദുൾ റസാഖ് ഹോജ അന്തരിച്ചു. 95 വയസ്സായിരുന്നു. രാജ്യത്തിന്റെ കറൻസി നോട്ടുകളുടെയും നാണയങ്ങളുടെയും ഡിസൈൻ ആദ്യമായി വരച്ചുണ്ടാക്കിയ ചിത്രകാരനായിരുന്നു അബ്ദുൾ റസാഖ് ഹോജ എന്നും ജിദ്ദ കൾച്ചർ ആൻഡ് ആർട്സ് അസോസിയേഷൻ വ്യക്തമാക്കി. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. സർക്കാരിന്റെ നിർമ്മാണ കരാറുകൾ സംവരണം മുസ്ലിം വിഭാഗത്തിന് മാത്രമല്ലെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. സർക്കാരിന്റെ ടെൻഡറുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന 4% സംവരണം മുസ്ലിം വിഭാഗത്തിന് മാത്രമല്ല എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും ബാധകമാണെന്നും DK ശിവകുമാർ വ്യക്തമാക്കി. KDPP നിയമത്തിലെ ഭേദഗതി വരുത്താൻ കഴിഞ്ഞ ദിവസം കർണാടക മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു. കോൺഗ്രസ് പ്രീണന രാഷ്ട്രീയം പയറ്റുകയാണെന്ന ഈ തീരുമാനത്തോടുള്ള BJPയുടെ പ്രതികരണം. ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി DK ശിവകുമാർ രംഗത്തെത്തിയത്. ഇനി കേരള ഹൈലൈറ്റ്സ്. KSRTC ബസ്സുകളിൽ ടിക്കറ്റ് ചാർജ് ഡിജിറ്റൽ പേയ്മെന്റ് വഴി നൽകാവുന്ന രീതിയിൽ 1 മാസത്തിനകം സംസ്ഥാനത്തെമ്പാടും നടപ്പാക്കും. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ഈ രീതി നല്ല സ്വീകാര്യം ലഭിച്ചതിനാലാണ് എല്ലാ ഡിപ്പോകളിലും സർവീസുകൾ ബാധകമാവുന്നത്. കണ്ടക്ടറുടെ കൈവശമുള്ള ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീനിൽ QR കോഡ് സ്കാൻ ചെയ്ത് ടിക്കറ്റ് എടുക്കാം. വിവിധ കാർഡുകൾ ഉപയോഗിച്ചും പേയ്മെന്റ് നടത്താം. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം 1 പൗണ്ട് 112.53 ഇന്ത്യൻ രൂപ, 1 US ഡോളർ 86.95 ഇന്ത്യൻ രൂപ, 1 യൂറോ 94.63 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് 1.29 US ഡോളർ. ഇനി സ്പോർട്സ്. പാകിസ്ഥാനെതിരെയുള്ള T20 പരമ്പരയിലെ ആദ്യ മത്സരം 9 വിക്കറ്റിന് ജയിച്ച് ന്യൂസിലാൻഡ്. പാകിസ്ഥാന്റെ 91 റൺസ് ടോട്ടൽ ന്യൂസിലാൻഡിന് 10.1 ഓവർ മറികടന്നു. ന്യൂസിലാൻഡിനായി ടീം സിഫർട്ട് 29 പന്തിൽ 7 ഫോറുകളും 1 സിക്സും അടക്കം 44 റൺസ് നേടി. ഫിൻ അലൻ 29 റൺസ് എടുത്തു. ടീം റോബിൻസൺ 18 റൺസ് എടുത്തു. പുറത്താകാതെ നിന്നു. ജയത്തോടെ 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ കിവികൾ 1-ന് മുന്നിലായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 41 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് US-ലേക്ക് യാത്രാ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങിയ ട്രംപ് ഭരണകൂടം. വിലക്കേണ്ട രാജ്യങ്ങളെ 3 വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിക്കും. US-ന്റെ സതേൺ ഭാഗങ്ങൾ നാശം വിതച്ച് ആഞ്ഞടിച്ചു ശക്തമായ ചുഴലിക്കാറ്റുകൾ. ഇതുവരെ 34 പേർ കൊല്ലപ്പെട്ടു. പലസ്തീനുകളെ ആഫ്രിക്കയിലെ സുഡാനിൽ കൊണ്ടുതള്ളാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥന നിരസിച്ച് സുഡാൻ. അന്യഗ്രഹ ശത്രുതാ നിയമം ഉപയോഗിച്ച് 5 വെനസ്വേലിയൻ പൗരന്മാരെ US-ൽ നിന്നും നാടുകടത്തി ഡൊണാൾഡ് ട്രംപ്. നടപടി നടപ്പിലാക്കുന്നതിൽ നിന്നും ട്രംപ് ഭരണകൂടത്തെ താൽക്കാലികമായി തടഞ്ഞ് US ഫെഡറൽ ജഡ്ജി. റഷ്യൻ പ്രവശ്യയായ കുക്സിലെ സ്ഥിതിയെക്കുറിച്ച് വ്ളാഡിമിർ പുടിൻ എല്ലാവരോടും കള്ളം പറയുന്നുവെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഉക്രൈനുമായുള്ള വെടിനിർത്തൽ കരാറിന് സമ്മതിച്ചതിൽ വ്ളാഡിമിർ പുടിൻ കാലതാമസം വരുത്തുകയാണെന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന്റെ ആരോപണം. എതിർപ്പുകളെ തുടർന്ന് വികലാംഗരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുവാനുള്ള വിവാദപരമായ പദ്ധതികൾ പുനഃപരിശോധിക്കാൻ ഒരുങ്ങിയ സ്റ്റാർമർ സർക്കാർ.
ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.